ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു എഗ്ഗ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചപ്പാത്തി എന്നും നമ്മൾ കഴിച്ചു മടുക്കുമ്പം ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും നമുക്ക് കഴിക്കുമ്പോഴൊക്കെ നല്ലൊരു സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനിന്ന് എഗ്ഗ് റോളാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ ആദ്യം മുട്ടയാണ് എടുക്കുന്നത്. നമ്മൾക്ക് എത്ര എണ്ണം കഴിക്കണം അല്ലെ എത്ര എണ്ണം തയ്യാറാക്കണം അതിനനുസരിച്ച് മുട്ട എടുക്കുക. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നല്ലവണ്ണം ഉടച്ച് വെക്കണം. അപ്പം നേരത്തെ ചപ്പാത്തി തയ്യാറാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള ഇത് നമുക്ക് തയ്യാറാക്കാം. വലിയ മസാലയൊന്നുമല്ല കേട്ടോ. സവാള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ പച്ചയ്ക്ക് വേണമെങ്കിലും ഇത് ചേർക്കാം. പച്ച ചില കുട്ടികൾ ഇത് പച്ചയ്ക്ക് കഴിക്കത്തില്ല. ഉള്ളി ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളല്ലേ, അവർ കഴിക്കത്തില്ല. അതുകൊണ്ട് അതൊന്ന് വാട്ടിയെടുക്കാവുന്ന കൊണ്ട് ഞാൻ സവാള ഉള്ളി, പിന്നെ അതുപോലെ ക്യാപ്സിക്കം, അതുപോലെ ക്യാബേജ് ഇതും കൂടി എടുത്തു. അത് ഞാൻ നിർത്തി പറയുന്നത്, ഞാൻ ഓർത്ത് ക്യാരറ്റ് എന്തുകൊണ്ട് ഞാൻ ക്യാരറ്റ് കുട്ടി കഴിക്കത്തില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് ചേർത്തില്ല. അപ്പം ഇത് 3 കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ഉപ്പ് മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ചിലർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്കൊക്കെ ചെയ്തെടുക്കാം. ചിലർ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കുരുമുളക് പൊടി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ ആദ്യമേ ചപ്പാത്തി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ വലിയൊരു തവയാണ് എടുത്തിരിക്കുന്നത്, ദോശക്കല്ല്. ഇത് അതുകൊണ്ട് മുട്ടയുടെ ഷേപ്പൊന്നും വന്നിട്ടില്ല. റൗണ്ടിൽ ഇങ്ങനെ 4 സൈഡ് സ്പ്രെഡായിപ്പോയി. അത് സാരമില്ല. ഞാനിതുപോലെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ചൂടായിട്ട് തയ്യാറാക്കി നേരത്തെ രാവിലെ വെച്ചു. അപ്പോൾ ഇനി ഈ മുട്ട ഇതുപോലെ ഫ്രൈ ചെയ്ത് ഓംപ്ലേറ്റ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ചപ്പാത്തി ഇങ്ങനെ വെച്ച് ഇതിലേക്ക് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് മസാല കൂടി ചേർത്താൽ മതി. ഇതിലേക്ക് ഇനി ആദ്യം നമുക്ക് ചേർക്കേണ്ടത് പല രീതിയിൽ ചേർക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് ഈ മസാല ചേർക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം, മയോണീസ് ചേർക്കാം. ഞാനിവിടെ ആദ്യം ഈ മസാലയാണ് ചേർക്കുന്നത്. 2 രീതിയിൽ ഞാനിത് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് 2-3 പീസസ് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടി ചേർത്തു. അതോടൊപ്പം തന്നെ മുളക് പൊടിച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് പൊടി ചേർത്ത് കൊടുത്തു. ഇനി മയോണീസ് ഇങ്ങനെ തയ്യാറാക്കാം. പിന്നെ ആദ്യം ഇത് 2 കൂടി വേണമെങ്കിൽ ഇതിൽ ചേർത്തിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കൂടുതൽ ഫ്രൈ ആയി പോകാതെ തന്നെ പെട്ടെന്ന് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ചപ്പാത്തി ഉണങ്ങിപ്പോവും, പെട്ടെന്ന് ഫ്രൈ ആയിപ്പോവും. അപ്പം ഇങ്ങനെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഞാനിതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ആദ്യം ടൊമാറ്റോ സോസും അതുപോലെ തന്നെ മയോണീസും കൂടി ആദ്യം ചേർത്തിട്ടാണ് നമ്മുടെ മസാല വെച്ച് കൊടുക്കുന്നത്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. മയോണീസ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് റോള് ചെയ്തെടുത്താൽ മതി. നമ്മൾ പ്രൊഫഷണലായിട്ടൊന്നുമല്ല ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ചുറ്റിയെടുക്കാം. ഇത് പിന്നെ അന്നേരം കഴിക്കാനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ 2 രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഇത് 3ാമത്തെ രീതിയിലും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് മൊത്തം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റുകളൊക്കെ കുറച്ചുണ്ടായിരിക്കാം, അതൊക്കെ ഒന്ന് തിരുത്താൻ സാധിക്കും. മസാലയൊക്കെ കുറച്ച് പോയി പുറത്ത്.
അങ്ങനെ ഞാൻ ഇങ്ങനെ എഗ്ഗ് റോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രമിച്ചാൽ എന്തും നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വല്ലപ്പോഴും ഒക്കെ കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ നമുക്കും കഴിക്കാം. ഇന്ന് ചപ്പാത്തിയും അതിൻ്റെ കറികളും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് വല്ലപ്പോഴൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം. വലിയ ചേരുവകളൊന്നും വേണ്ട. അതുപോലെ പ്രൊഫഷണലായിട്ടൊന്നും ചെയ്യേണ്ട. നമുക്ക് നമ്മുടെ ഉള്ള സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് നമ്മൾക്കിതുപോലെ തയ്യാറാക്കി കഴിക്കാം. അപ്പം നിങ്ങളിതുപോലൊക്കെ തയ്യാറാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.